ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു തനി നാടൻ ഒരു മീൻകറിയാ ചെയ്യാൻ പോകുന്നത്. അതിന് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ആദ്യം മീൻകറി ഏത് വെക്കുവാന്നേലും അറിയാലോ, നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണയിലാണ് ഇത് വെക്കേണ്ടത്. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, ഉലുവ, കടുക്, ജീരകം, ഇത് സവാള അരിഞ്ഞതാണ്. ഇതില്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഇടുന്നതാ ഏറ്റവും ടേസ്റ്റ്. പിന്നെ ഈ പൊളിക്കാനൊരു പാടുകൊണ്ടാണ്. പിന്നെ തക്കാളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു കുറച്ച് ജീരകം ഇടുന്നോണ്ട് ഒരു ശക്കലം ജീരകപ്പൊടി, പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞതാണ്. ഇത് വാളംപുളിയാ. ഇച്ചിരി ഉപ്പ്, പിന്നെ മീൻ. ഇത് മീൻ ഏതായാലും കുഴപ്പമില്ല, ഇത് ഇച്ചിരി നെമ്മീനാ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ പാനയിൽ വെക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ എപ്പോഴും മീൻകറി വെക്കുമ്പോഴത്തേക്ക് ചട്ടി വെക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചട്ടിക്കകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണ നല്ല അസലായിട്ട് ചൂടായതിന് ശേഷം വേണം കടുകിടാൻ. കടുക് പൊട്ടണം, ഉലുവ, പിന്നെ ഒരു ഇച്ചിരി ജീരകം ഇട്ടേച്ചാൽ മതി. കാര്യം എന്നാന്നോ, നമ്മൾ ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നത് കൊണ്ട് കുറച്ച് ജീരകം ഇട്ടാൽ മതി. ഇപ്പം എല്ലാവരുടെ വീട്ടിൽ ജീരകപ്പൊടി കാണുകയല്ല, ജീരകം എല്ലാവരുടെ കയ്യിലും കാണുവേ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ജീരകം മാത്രം ഇട്ടേച്ചാലും മതി, ജീരകപ്പൊടി ഇടണം എന്നില്ല. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി പൊടിയും കൂടെ ചേർക്കുന്നത് എന്നാന്ന് വെച്ചാൽ അതിനകത്തൊരു ഇച്ചിരി കൂടെ ഒരു ജീരകത്തിൻ്റെ മണം വരാനാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊന്നും വെക്കുന്ന പോലത്തെ അല്ല ചെയ്യുന്നത്, കുറച്ചൊരു നോർത്ത് ഫ്ലേവറും കൂടെ ഇതിനകത്ത് വരും. അവർക്ക് ഏറ്റവും കൂടുതൽ ജീരകമാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ കേരളക്കാർക്ക് ജീരകത്തോട് അധികം ഇഷ്ടം വരികയില്ലെന്നല്ല, കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. നമ്മളെപ്പോഴും ഇവിടെ കടുകാണ് ഉപയോഗിക്കുന്നത്, അവർക്ക് കടുകിന് പകരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജീരകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് നമ്മളൊരു ഫ്യൂഷൻ പോലെ വെക്കുന്നതും, എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ചില സമയം ഇന്ന കാര്യങ്ങളൊന്നും കാണുകയില്ല, അന്നേരം ഉള്ളത് കിട്ടിയതിനെ വെച്ച് നമ്മളൊരു മീൻകറി ചെയ്യുന്നതാണ്. ഇപ്പോൾ ജീരകം ഇട്ടപ്പോൾ ആ ഒരു ഫ്ലേവർ പോരാൻ തോന്നിയിട്ടാണ് ഇച്ചിരി പൊടിച്ചും കൂടെ ചേർത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീരകമായിട്ട് ഇടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല പൊടിയായിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല രണ്ടും കൂടെ ഇടുവാണെങ്കിൽ ഫ്ലേവർ ഒരുപാട് മുന്നേ നിന്ന് പോകരുത്, അതേപോലത്തെ ബാലൻസ് ചെയ്ത് വേണം ചേർക്കാൻ. ഫസ്റ്റ് കുറച്ച് കടുക്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരിച്ചിരി ഉലുവ. മീൻ കറിക്കും മീൻ അച്ചാറും ഒക്കെ ഇടുമ്പോൾ ഉലുവ ഇടുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം, കടുകും ജീരകം പൊട്ടുകയല്ല, കടുകും ഉലുവ ഒന്ന് മൂക്കണം, കടുക് പൊട്ടണം, ജീരകവും അതുപോലെ ഒന്ന് മൂക്കണം. കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് ഇടാം. ഇതിനകത്ത് ഇഞ്ചിയില്ല, പച്ചമുളകില്ല, ഒന്നുമില്ല. വെളുത്തുള്ളി അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നവിടെ ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേക്കാം. അങ്ങ് മൂത്ത് ബ്രൗൺ ആയി പോണ്ട, ഒന്ന് വാടുകയില്ലേ, അത് ഇത്രയും മതി. കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നുണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങ് മൂക്കുവേ. അന്നേച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളി, കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി സമയമല്ലേ ഉള്ളൂ, അന്നേരം അത്രയും പൊളിച്ചുകൊണ്ടിരിക്കാനുള്ള നേരമില്ല. അന്നേരം എന്നാ ചെയ്തെന്നറിയോ, ഒരു കുഞ്ഞു സവാള എടുത്തേച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. ഉള്ളി ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞോട്ടെ. മൊരിയാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല ബ്രൗൺ ആവണ്ട, എന്നാൽ വേവുകയും വേണം, വാടുകയും വേണം, ബ്രൗൺ ആവുകയും വേണം എന്ന് പറയല്ലേ, എന്ന് പറഞ്ഞ കൂട്ടെ. നമ്മൾ വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു മീൻകറി വെക്കുമ്പോഴത്തേനുണ്ടല്ലോ ഓടിച്ചെന്നേച്ച് എല്ലാ അരിയും എല്ലാം ഉണ്ടെന്നും പറഞ്ഞോണ്ടേ
അങ്ങനെയാ ശരിക്കും ഈ ഉള്ളിയൊക്കെ അരിഞ്ഞേച്ച് ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പോൾ പച്ചമുളകൊന്നും ഇല്ല, ഇഞ്ചിയില്ല, പച്ചമുളകില്ല, ഒന്നുമില്ല. എന്നാ വിട്ട് കളയണ്ടല്ലോ എന്ന് വെച്ചാൽ ബാക്കി ഇൻഗ്രീഡിയൻറ്റ് വെച്ച് എങ്ങനെയും ഒരു മീൻകറി ചെയ്യാമല്ലോ, വീട്ടിൽ ഗസ്റ്റും ഉണ്ട്, എന്നാ ചെയ്യും, അങ്ങനെ കണ്ടുപിടിച്ച ഒരു മീൻകറിയായത്. ഒരു ഇച്ചിരി ഗോൾഡൻ ബ്രൗൺ ആയിക്കോട്ടെ. ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ടൊമാറ്റോ ഇടുക. ടൊമാറ്റോയും വഴന്ന് നല്ലോണം ഇതിനകത്തോട്ട് അങ്ങ് ചേരണേ. അതാ വേണ്ട, നല്ല തിക്ക് ഗ്രേവി കിട്ടത്തുള്ളൂ. അതനുസരിച്ച് പുളി ഒഴിക്കുന്നതും കൂടെ ശ്രദ്ധിച്ചോണം. ടൊമാറ്റോയും അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടന്റ് എല്ലാം കംപ്ലീറ്റ് പോയി ഇതിനകത്തോട്ട് നല്ലതായിട്ട് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനകത്തോട്ടാവണം. നമ്മൾ ഉള്ളിയിൽ ഇച്ചിരി ഉപ്പിട്ടു, അത് ശരിയാന്നു, അന്നേരം ഉള്ളി മൂത്തോളും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറഞ്ഞ പോലെ ടൊമാറ്റോയ്ക്കകത്ത് വെള്ളം കംപ്ലീറ്റ് ഇറങ്ങി അത് ഫുൾ ഇവാപ്പറേറ്റ് ആയി കഴിഞ്ഞേച്ച് നമ്മുടെ ആ ഗ്രേവി തിക്കനാവാൻ തുടങ്ങും. പക്ഷെ അതിന് ഒരുപാട് സമയമല്ല, ഒരു കുഞ്ഞു ബ്രേക്ക് മതി. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൺ. ഞാൻ ആ ടൊമാറ്റോ ഏകദേശം മീൻസ് മുക്കാലിൽ നിന്ന് കുറച്ചുകൂടെ, അതായത് ഒരു 85% അത് വഴന്ന് നമ്മുടെ ഉള്ളിയെ ചേർന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് എടുത്തു വെച്ചേക്കുന്ന പൊടിയെല്ലാം ചേർക്കണം. ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവ് അനുസരിച്ച് മുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടു. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ജീരകം പൊടിച്ചത്. നേരത്തെ നമ്മൾ ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം അത്രയും ഇടണ്ട, അതിൻ്റെ ഒരു മണമൊക്കെ വന്നേച്ചാൽ മതിയേ. പൊടി നമ്മൾ ചേർത്ത ആ എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരികയും വേണം, പൊടി മൂക്കുകയും വേണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്നാന്നോ, ഇച്ചിരി വെള്ളം ഒഴിക്കണം. ആ വെള്ളത്തിന് പകരമാണു ഞാനിവിടെ ഇപ്പോൾ ഇച്ചിരി പുളി ഒഴിക്കാൻ പോവാണേ. ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്, അപ്പം അതനുസരിച്ച് വേണം പുളി ചേർക്കാൻ. ആ പുളി ഒഴിച്ച വെള്ളത്തിൻ്റെ പുളിയുടെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ തെളിയിച്ചെടുക്കണം. അവിടെയാണ് ഒരു ഇച്ചിരി സമയം എടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടാൻ പോവാ. നേരത്തെ നമ്മൾ ഉള്ളി മൂക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടെ. ഇനി ഇതിനകത്തേക്കാണ് ഞാൻ ഈ മീൻ ഇടാൻ പോകുന്നത്. അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആ മീനെ ഫുൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അരപ്പ് എന്ന് പറയുന്നത് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല, തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒഴിക്കുന്നത് വെള്ളം മാത്രമേ ഉള്ളൂ. അഥവാ തേങ്ങാപ്പാൽ വേണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, അതല്ല തേങ്ങ അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോട്ടയം സ്റ്റൈൽ മീൻകറി ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്നേ പറയുള്ളൂ. എന്നാൽ ട്രിവാൻഡ്രം ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, കൊല്ലമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതെല്ലാവരുടെയും കൂടെ ചേർന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു മീൻകറിയാണ് എന്ന് തന്നെ വിചാരിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രേവിയുടെ കാര്യത്തിൽ മാത്രം ചിലർക്ക് തേങ്ങ അരച്ചതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഈ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് ഇഷ്ടം. പക്ഷേ ഇത് ഞാൻ രണ്ടും ചേർത്തിട്ടില്ല, നമ്മുടെ വെള്ളമാണ് ഒഴിച്ച്. എന്നുവെച്ചാൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആ മീനെ പിടിച്ച് ഒന്ന് കൊഴുത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ആ മീനിൻ്റെ ഗ്രേവിയുടെ കണക്കനുസരിച്ച് ഓഫ് ചെയ്യാനുള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും വെളിച്ചെണ്ണ തന്നെ ചെയ്യണം, അല്ലാതെ വെജിറ്റബിൾ ഓയിൽ ചെയ്താൽ അത്രയും രുചി വരികയില്ല കേട്ടോ.
ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം ഇപ്പം ചേർക്കാവുന്നേ ഉള്ളൂ. കാര്യം എന്നാന്നോ, ടൊമാറ്റോയുടെ പുളി എന്തായാലും ഇതിനകത്തേക്ക് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം അത്ര നമ്മളതിനെ ഉടച്ചായിരുന്നു. അന്ന് വെച്ചാൽ ഇപ്പോൾ പിന്നെ പുളി ചേർത്തു. പിന്നെ തിളച്ച് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഉപ്പ്, പുളി, എരിവ് എല്ലാം നോക്കി വെച്ച് മീനെ പിടിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബാക്കി വരത്തില്ല. മീൻ പിടിച്ചു കഴിയുമ്പോൾ കുറച്ച് ഉപ്പും പുളി, എരിവും എല്ലാം കുറയും. അതല്ല, നമുക്ക് ഗ്രേവിക്കും മീനിനും എല്ലാം അതേൻ്റെ കണക്കായി തന്നെ എരിവ്, ഉപ്പും പുളി എല്ലാം വേണം. അപ്പോൾ ഇനി എരിവ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇച്ചിരി മൂപ്പിച്ചേച്ച് വേണം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാൻ. അല്ലാതെ ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ആ ഒരു റോ ടേസ്റ്റ് വരുവേ. അപ്പോൾ അത് വേണ്ട. അതുകൊണ്ട് ഇച്ചിരി മൂപ്പിച്ച എണ്ണ തെളിഞ്ഞേച്ച് തന്നെ ഒഴിക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. പിന്നെ അഥവാ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചേർക്കാൻ അഥവാ ഏറ്റക്കുറച്ചിൽ ചേർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അന്നേരത്തേക്കൊന്ന് ഓഫ് ചെയ്തിട്ടേച്ച് ഇത് മൂത്ത് കഴിയുമ്പോൾ ഒന്നിച്ച് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം തീ വെച്ചേച്ചാൽ മതി. ഇതിനകത്ത് ഇനി ഒന്നുമില്ല, മീനൊന്ന് വേകണം. അതായത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ചെറിയ സിമ്മേലിട്ടാൽ മതി. ഒത്തിരി ഗ്രേവി ഒഴിക്കുവാന്നേൽ തേങ്ങാപ്പാലല്ലാത്തതുകൊണ്ടുണ്ടല്ലോ വെള്ളത്തിൻ്റെ ഒരു ചൊവ്വ വരും. അപ്പോൾ ആ ഗ്രേവിയുടെ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കാൻ ശ്രമിക്കരുത്. ആവശ്യത്തിനേ വെള്ളം ഒഴിക്കാവുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ സിമ്മാക്കി ഇട്ടേച്ചാൽ മതി. സിമ്മാക്കി ഇട്ട ഉടനെ മീൻ അങ്ങോട്ട് വാങ്ങാൻ ഒക്കിയാൽ അതിൻ്റെ വേവുണ്ട്, ഉപ്പ് പുളി എല്ലാം ഇറങ്ങണം, അതിൻ്റെ രുചി വരികയും വേണം. ഞാൻ നമ്മുടെ മീൻകറി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് എന്നൊന്നും പറയാൻ ഒക്കെയല്ല, നമ്മുടെ നാടുമായിട്ടും കുറച്ച് ചേർന്ന് പോകുന്നതാണ്. ഒരു പക്ക നാടൻ മീൻകറിയാണ്. അതിൽ കൂടുതൽ എന്താ പറയുക, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല, എന്നാൽ രുചിയുള്ള ഒരു മീൻകറിയാണ്. ഇതിന് കോമ്പിനേഷൻ ചപ്പാത്തി അങ്ങനെ പോവുകയല്ല. എന്നാലും ചപ്പാത്തി കഴിക്കാം. ഒരു നല്ലൊരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ.